നമസ്കാരം. എല്ലാ കാലത്തും നമ്മുടെ സ്വപ്നങ്ങൾ വളരെ വലുതായിരുന്നു. ആ വലിയ സ്വപ്നങ്ങളുടെ നീണ്ട കഥകൾ ഇന്ന് കുറച്ച് ലെങ്തി ആയിരിക്കും. അവസാനം വരെ കാണാൻ ശ്രമിക്കുക. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ന്യൂസ് ലെറ്റർ ഇന്നലെ ഇറങ്ങി. ആദ്യത്തെ ഒരു പ്രതികരണം ലഭിച്ചത് ഇങ്ങനെയാണ്: ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻ അറൌണ്ട് TRV is certainly soaring, may it promptly translate into quick realization on the ground, on water and air. വായിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഒരു മെസ്സേജ് അയയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വിദേശ ലേഖനമാണ്. നമുക്ക് നമ്മുടെ വില ഇപ്പോഴും മനസ്സിലാകുന്നില്ല. തീർച്ചയായിട്ടും സെയിലിംഗ് കമന്ററിയുടെ മെജോറിറ്റി സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ച് ഏകദേശം ധാരണയുണ്ട്. പക്ഷെ ചില വിമർശകർ ഇപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. ഈ ലേഖനം കണ്ടപ്പോൾ, അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ നമ്മുടെ പതിവ് എഴുത്തുകാരൻ, വിമർശകൻ ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. അജു എൻ പീറ്റർ, ഞാൻ അജുൻ പീറ്റർ എന്നാണ് പറഞ്ഞത്, അദ്ദേഹം തിരുത്തി അജു എൻ പീറ്റർ. The total container traffic of India is 2.3 crore. വളരെ കുറവെന്നാണ് അദ്ദേഹം പറയുന്നത്. 2.3 crore ഉള്ളൂ ഇന്ത്യയുടെ മൊത്തം കണ്ടെയ്നർ. കൃത്യമായ കണക്ക് തരാം. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ 26 അജു 2,71,37,634 കണ്ടെയ്നറാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യ കൈകാര്യം ചെയ്തത്. ഈ പ്രവർത്തനം തുടങ്ങുന്ന കാലത്ത് ഞങ്ങൾ ഇന്ത്യയുടെ കണക്കെടുക്കുമ്പോൾ ഏകദേശം 25 ലക്ഷം, 30 ലക്ഷം, 40 ലക്ഷമായിരുന്നു. അതാണ് ഇന്ന് 2,70,00,000 എത്തി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ഇന്ത്യയുടെ കാർഗോ സ്വാഭാവികമായ ഒരു വർധനവ് തന്നെ 5 കോടിയിലോട്ടും 10 കോടിയിലോട്ടും എത്തുന്ന നാളുകൾ അനധിവിദൂര ഭാവിയിൽ സംഭവിക്കും. അജുവിന്റെ ചോദ്യം ഇതാണ്: ഇൻ ദി സിനാരിയോ, ഈ 2.3 കോടിയുള്ള സിനാരിയോയിൽ, in this scenario you suggest for 10 crore port at Vizhinjam. Be realistic. സാമാന്യ ബോധത്തോടെ യുക്തിപൂർവ്വം നിങ്ങൾ സംസാരിക്കുക. ഇന്ത്യക്കാകെ 2.3 കോടി കണ്ടെയ്നറേ ഉള്ളൂ. നിങ്ങൾ 10 കോടി കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യേണ്ട പോർട്ടിനെ കുറിച്ച് സ്വപ്നം കാണുന്നു. ആളുകളെ വെറുതെ മടയന്മാരാക്കണം, വെറുതെ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യരുത്. ഈ തുറമുഖത്തെക്കുറിച്ച് പറഞ്ഞു നടന്ന ആളുകൾ എന്നെ കുറിച്ച് പറഞ്ഞത് ഞാൻ വെറുതെ ഹൈപ്പ് പറയുന്നതെന്നാണ്. ഇപ്പൊ അദാനിയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാണ് തുറമുഖം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ അജുവിൻ്റെ സംശയം, ഞങ്ങൾക്കാർക്കും ഈ സംശയമില്ല. ഇന്ത്യയുടെ കാർഗോ മാത്രം. അതിന് ശ്രീ കിരൺ മറുപടി അപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. വിഴിഞ്ഞം ഈസ് നോട്ട് അബൌട്ട് ഇന്ത്യ എലോൺ, ഇറ്റ്സ് ആൻ ഇന്റർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്. ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടുകളെ കണക്ട് ചെയ്യുന്ന ഒരു പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. ആദ്യമായിട്ടാണ് ഇന്റർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ കേൾക്കുന്നത്. കിരണിനെ അഭിനന്ദിക്കുന്നു. ഞങ്ങളുടെ സ്വപ്നം വളരെ വലുതാണ്. ഞങ്ങളുടെ കേവലം ഇന്ത്യയുടെ കാർഗോ മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത്. ഇന്ത്യൻ ഓഷ്യൻ റിം നേഷൻ എന്ന് പറഞ്ഞ 28 രാജ്യങ്ങളുണ്ട്. ഇന്ത്യൻ ഓഷ്യന്റെ ഓരങ്ങളിലുള്ള 28 രാജ്യങ്ങൾ. അവരെല്ലാം കൂടി 12 കോടിയാണ് കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യുന്നത്. അവരുടെ ട്രാൻസ്ഷിപ്മെന്റ് ഹാൻഡിൽ ചെയ്യാൻ തന്നെ നമുക്ക് തികയത്തില്ല, മര്യാദയ്ക്ക് മാർക്കറ്റ് ചെയ്താൽ. ഇനി ഇന്ത്യയുടെ ഉൽപാദനം കൂട്ടണമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഥമ ലക്ഷ്യം. അല്ലാതെ ഇന്നുള്ള 2 കോടിയിൽ നിൽക്കണമെന്നുള്ളതല്ല. 20 കോടിയിലോട്ട് ഇന്ത്യയുടെ കണ്ടെയ്നർ വ്യാപാരം വർദ്ധിക്കണമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു രാസത്വരകമാണ് ഈ തുറമുഖം എന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നലെ വരെയുള്ള കണക്കല്ല ഞങ്ങളുടെ കണക്ക് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. 10 കോടി പോലും തികയാതെ വരുന്ന ഒരു കാലം ഇന്ത്യക്കുണ്ടാകും എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഏറ്റവും കുറഞ്ഞത് 10 കോടി കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായിട്ട് TRV മാറണം എന്ന് ഞങ്ങൾ പറയുന്നത്. അതിനെക്കുറിച്ച് ഇറ്റാലിയൻ ഭാഷയിൽ വന്ന ഒരു ലേഖനമുണ്ട്. അതിൻ്റെ ട്രാൻസ്ലേഷൻ എടുത്തിട്ടുണ്ട്. എനിക്ക് അക്ഷയാണ് ആ ലേഖനം അയച്ചു തന്നത്. വിഴിഞ്ഞം, അപ്പോൾ യൂറോപ്യൻസ് എങ്ങനെ ചിന്തിക്കും? നമ്മുടെ നാട്ടിലിരിക്കുന്നവർക്ക് ആ ചിന്തയൊന്നുമില്ല. ഇവിടെ ആക്രിയാണ്, പാട്ട കണ്ടെയ്നറാണ്, ഇവിടെ ഒന്നും വരുന്നില്ല, കാക്ക കൂട് കെട്ടുമെന്ന് പറയുമ്പോൾ യൂറോപ്പിലിരിക്കുന്നവർ എന്ത് പറയുന്നു എന്നുകൂടി നമുക്ക് നോക്കാം. വിശദാംശങ്ങളിലോട്ട് പോകുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഏതെങ്കിലും മറ്റൊരു പോർട്ടിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് ജനിച്ച് 2 വർഷമാകുന്നതിന് മുമ്പ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക.
വിഴിഞ്ഞം 2 million TEU in 18 months en route to Europe. ഇറ്റാലിയൻ ഭാഷയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നതാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. The port of Vizhinjam is responding to this pressure. ഗ്ലോബൽ കണ്ടെയ്നറിന്റെ വലിയ തിരക്ക് അനുഭവപ്പെട്ട നാളുകളിൽ എഴുതിയതാണ്. ആ ഒരു തിരക്കിൽ നിന്ന് the port of Vizhinjam is responding to this pressure. Just 9 months after its commercial launch, it surpassed 1 MTUs. 18 months later, it handled over 2 MTU. 9 മാസം, അത് കഴിഞ്ഞ് 18 മാസത്തെ കണക്ക് ഇറ്റലിയിൽ ഇരുന്നുകൊണ്ട് ആരോ എഴുതിയതാണ്. This acceleration is not an isolated event. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. But rather the structural response to a systematic crisis in the main routes. ആഗോള കപ്പൽ പാതയിലുണ്ടായ ചില അവിചാരിതമായ പ്രശ്നങ്ങൾക്കുള്ള ഒരു സ്ട്രക്ചറൽ റെസ്പോൺസ് ആണ് വിഴിഞ്ഞം തുറമുഖം. The flow is structured as follows. Origin, ports in eastern China. ചൈനയുടെ കിഴക്കൻ പ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന കണ്ടെയ്നറുകൾ, ചരക്കുകൾ. ട്രാൻസ്ഷിപ്മെന്റ് ഇൻ സൗത്ത് ഏഷ്യ. സൗത്ത് ഏഷ്യയിൽ ഏതാണ്? വിഴിഞ്ഞം. വിഴിഞ്ഞം ആസ് എ ഡയറക്റ്റ് കോൺഫിഗറേഷൻ ഹബ് ഫോർ വെസ്റ്റേൺ യൂറോപ്പ്. പടിഞ്ഞാറൻ യൂറോപ്പിലേക്കുള്ള ഒരു ഹബ്ബായിട്ട് നമ്മുടെ തുറമുഖം മാറിക്കഴിഞ്ഞുവെന്നാണ് യൂറോപ്പിലിരിക്കുന്നവർ പറയുന്നത്. നമ്മൾ ഇനി അംഗീകരിക്കരുത്. വിഴിഞ്ഞം ഡസ് മോർ ദാൻ ഓഫർ ആൻ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ. ഇറ്റ് ബിക്കംസ് എ ക്രിട്ടിക്കൽ നോഡ് ഫോർ കാർഗോ റീഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഡയറക്റ്റ് ഇഫക്ട്സ് ഓൺ ദി ടൈമിംഗ് ആൻഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് ഫിസിക്കൽ സപ്ലൈ ചെയിൻസ്. എനിക്കിത് പൂർണ്ണമായിട്ട് മലയാളത്തിൽ ആക്കിത്തരാൻ ബുദ്ധിമുട്ടുണ്ട്. കാർഗോ റീഡിസ്ട്രിബ്യൂഷന്റെ ഒരു ക്രിട്ടിക്കൽ നോഡായിട്ട് നമ്മുടെ പോർട്ട് മാറിയെന്ന് യൂറോപ്പുകാർ വിലയിരുത്തുന്നു. വിഴിഞ്ഞംസ് എക്സ്പാൻഷൻ ഇസ് പാർട്ട് ഓഫ് എ ബ്രോഡർ ലോജിസ്റ്റിക്സ് റീഓറിയന്റേഷൻ. 16% of global container throughput growth in the first half of 2026 was shifted to alternative routes. 16% ഓൾട്ടർനേറ്റീവ് റൂട്ടുകളിലോട്ട് മാറിയപ്പോൾ with the Indian port recording 161% of growth. അടിയുടെ സിമ്പൽ. വിഴിഞ്ഞം 161% ഗ്രോത്തിലോട്ട് പോയെന്നാണ് യൂറോപ്യൻ ലേഖകൻ വിലയിരുത്തുന്നത്. ആക്സസ് ടു വിഴിഞ്ഞം അലൗസ് കമ്പനീസ് ടു ബൈപാസ് കൺജഷൻ ഇൻ ദ സുയസ് കനാൽ. സുയസ് കനാലിൽ അനുഭവപ്പെടുന്ന തിരക്കിനെ മറികടക്കാനാണ് വിഴിഞ്ഞം സഹായിക്കുന്നത്. ആൻഡ് റെഡ്യൂസ് ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് regional conflicts in the Red Sea, where average waiting times have increased by 34% in the last 6 months. കഴിഞ്ഞ 6 മാസമായിട്ട് 34% വെയിറ്റിംഗ് ടൈം കൂടിയിരിക്കുന്നത്. അതിനുള്ള ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ആയിട്ടാണ് വിഴിഞ്ഞം തുറമുഖത്തെ ലോകം കാണുന്നത്. The Vizhinjam case demonstrates how a single infrastructure can generate leverage across the entire physical supply chain, transforming the Kerala region into a key hub. കേരള റീജിയൻ ആണ്, തിരുവനന്തപുരം അല്ല. ശ്രീ അജു, യൂറോപ്യൻസ് കാണുന്നത് കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ്. കേരള റീജിയൻ ഇൻറ്റു എ കീ ഹബ് ഫോർ ട്രേഡ് ബിറ്റ്വീൻ ഏഷ്യ ആൻഡ് യൂറോപ്പ്. ഏഷ്യയും യൂറോപ്പുമായിട്ടുള്ള ഒരു വ്യാപാരത്തിലെ നിർണായക ഹബ്ബായിട്ട് വിഴിഞ്ഞം മാറിയിരിക്കുന്നു എന്നാണ് യൂറോപ്പ് വിലയിരുത്തുന്നത്. The gap is evident in operational efficiency, while direct routes show a capacity utilization rate of less than 60% due to blank sailings. കുറഞ്ഞ അവരുടെ 65% കപ്പാസിറ്റിയോടുകൂടിയാണ് പല കപ്പലുകളും ഓടുന്നതെങ്കിൽ വിഴിഞ്ഞം ഓപ്പറേറ്റ്സ് അറ്റ് ആൻ 89% ഓക്യുപ്പൻസി റേറ്റ്സ്. മനസ്സിലാവുന്നുണ്ടല്ലോ? വിഴിഞ്ഞം വരാതെ പോകുന്ന കപ്പലുകളൊക്കെ 65% നിരക്കിൽ ഓടുമ്പോൾ 89% ഓക്യുപ്പൻസി റേറ്റ് താങ്ക്സ് ടു സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആൻഡ് വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ. വ്യത്യാസം നിങ്ങൾ പുച്ഛിച്ചുകൊള്ളുക, TRV നിങ്ങൾ പുച്ഛിക്കുക. പക്ഷെ TRVയുടെ മഹത്വം തിരിച്ചറിയുന്നവർ കൃത്യം കണക്കുകൾ വെച്ച് നിങ്ങൾക്ക് മറുപടി തരുന്നു. ആ മറുപടി പഠിക്കാൻ പറ്റുമെങ്കിൽ കാലം നിങ്ങളെ ചെവിക്കൊള്ളും, ഇല്ലെങ്കിൽ നിങ്ങളെയും. The narrative is that Asia is growing. The data shows that the real competition is over who controls the physical hub. ഈ ആസ്തി, ഈ മുതൽ, ഈ ചരക്ക് ആര് ഹോൾഡ് ചെയ്യുന്നു, ആര് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാന വിഷയം. The port of Vizhinjam is more than just a hub.
It's a lever for reconfiguring flows, reducing operating costs. കേട്ടല്ലോ, reducing operating costs and redefining logistics control in global trade. അടിയുള്ള ഡബിൾ സിമ്പൽ. റീഡിഫൈൻ ചെയ്യുകയാണ്. ഇന്നലെ വരെ ഇല്ലാത്ത തരത്തിൽ പുതിയ നിർദ്ദേശങ്ങൾ, പുതിയ സൊല്യൂഷൻസ് ആണ് TRV ലോകത്തിന് നൽകുന്നത്. എവിടെയാണ്? ലോജിസ്റ്റിക്സ് കൺട്രോൾ ഇൻ ഗ്ലോബൽ ട്രേഡ്. ഇത് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞങ്ങൾ പറഞ്ഞത്. എന്താണ്? വളരെ ലഘുവായിട്ട് പറയാം. TRV ട്രിവാൻഡ്രം പോർട്ട് ലോക ഗ്ലോബൽ ട്രേഡിന്റെ ഇക്വിലിബ്രിയത്തെ തകിടം മറിക്കും. സായിപ്പ് 2026 അത് തുറന്ന് സമ്മതിച്ചു.